മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ. ഇത് നമ്മക്ക് എത്ര ഉണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. ഇതന്നെ സംഗതി. ഇന്നിപ്പോൾ പുതിയ തലമുറ പഠിക്കുന്നതിനനുസരിച്ച് ഈമാൻ പോവുകയുള്ളൂ. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം, സ്ത്രീപക്ഷപാതം, അങ്ങനെ ഒക്കെ വാദമാണ്. കാലിന് മുട്ട് വേദനയായിട്ട് ഡോക്ടറെ ചെന്നപ്പോൾ മൂപ്പരും പറഞ്ഞോ വാദയിക്കാരെന്ന്. മൊത്തം വാദം എല്ലാം. എന്താ കാരണം? മുഹമ്മദ് നബിനോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സംഗതി. നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും തെളിവ് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണത്, തെളിവുണ്ടാകുമെന്നറിഞ്ഞിട്ടാണ്. എന്താ കാരണം? മുഹമ്മദ് നബിയോട് താല്പര്യമുണ്ടോ സുന്നിയാവുള്ളൂ എന്നുള്ളതാണ്. ആ താല്പര്യം കുറഞ്ഞു വരുമ്പോഴാണ് അല്ലാത്തതാകുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല നബിതങ്ങളെ പറഞ്ഞു കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഓരിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുന്ന രണ്ട് വർത്താനൊക്കെ പറഞ്ഞാൽ അൽമറയിൽ എന്തെങ്കിലും പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കൂലേ? അപ്പോൾ പെട്ടെന്ന് കയ്യെത്തി ആ കിട്ടുന്നിടത്ത് വെക്കുന്നത് നബിതങ്ങളെ പറ്റിയുള്ള ബുക്കാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ലീവൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും എടുക്കലൊക്കെ ഒന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകൂലേ? അപ്പം നമ്മൾ വണ്ടിയിൽ പാട്ട് ഇങ്ങനെ ഇടൂലേ? ആ പാട്ട് മധുഹുൻ നബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഴയ തലമുറയുടെ ഈമാൻ സംരക്ഷിക്കപ്പെട്ടത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യം കൊണ്ടാണ്. പുതിയ തലമുറയുടെ ഈമാനും അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് ആ താല്പര്യത്തുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈമാൻ്റെ സംരക്ഷണമായി. നമ്മളെ സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. മഹല്ലുകാർക്ക് കമ്മിറ്റി ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്തി അന്ന നബിയ്യന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക വദുഫിന ഫിൽ മദീന എന്നാണ്. മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ഒന്നാമത്തെ കാര്യം നമ്മുടെ നബിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക, മക്കയിൽ ജനിച്ചു, വദുഫിന ഫിൽ മദീന, മദീനയിൽ മറവ് ചെയ്യപ്പെട്ടു എന്നാണ് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നത് എന്നാണ്. വല്ലിപ്പാൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുന്നേ മുത്തുനബിനെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പയമ്മയും കുട്ടികൾക്ക് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആധാർ കാർഡ് കിട്ടൂല എന്നേ ഉള്ളൂ. അറിഞ്ഞില്ല വെച്ചിട്ട് ഈമാന് കുഴപ്പമൊന്നും പറ്റൂല. മുഹമ്മദ് നബിയുടെ വാപ്പാൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. ഒരു വാപ്പല്ല 20 വാപ്പാരെ പേരറിയണം. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദം നബി അലൈഹിസ്സലാം വരെയുള്ള വാപ്പാരുടെ പേരൊക്കെ ലഭ്യമാണ്. ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് 20 വാപ്പാരാണ്. അതുകൊണ്ടാണ് അത് പഠിക്കൽ നിർബന്ധമായത്. അതിൻ്റെ അപ്പുറത്തുള്ള വാപ്പാരെ പേരൊക്കെ ലഭ്യമാണെങ്കിലും പേരിൻ്റെ കാര്യത്തിൽ, ഓമനപ്പേരിൻ്റെ കാര്യത്തിൽ, സ്ഥാനപ്പേരിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. 20 വാപ്പാരെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ 20 വാപ്പാരെ പഠിക്കണം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി യന്തസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ വാലിബ് ഫിഹ്റും മാലിക്കുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സമ്മാമുലറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാബി തിബിയാനു. അതാണ് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാര്. നമ്മളെ മങ്കൂസ് മൗലിദിലുണ്ട് ആദ്യത്തെ ഹദീസിൽ വലം യൽതഖിയ അലാ സിഫാഹിൻ ഖത്ത്. എന്താ അതിൻ്റെ അർത്ഥം? വലം യൽതഖിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ തൊട്ടിട്ടില്ല. അലാ സിഫാഹിൻ, മോശപ്പെട്ട ഒരു പ്രവർത്തനവും, ഖത്തു ഒരിക്കലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ പോലും വ്യഭിചരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പമാരിൽ
മേലക്കുള്ള ആദം നബി വരെയുള്ള വാപ്പാരെ പരിശോധിച്ചാൽ ഒരു വാപ്പ പോലും ശിർക്ക് ചെയ്തിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരെ പരിശോധിച്ചാൽ ഒരാൾ പോലും മദ്യപിച്ചിട്ടില്ല. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. നമ്മളെ വാപ്പാരൊക്കെ ഇങ്ങനെ പോന്തി നമ്മൾ ദേശം ഒന്ന് മാന്തി നോക്കിയാൽ തങ്ങന്മാരുടെ തിരക്കുണ്ടാവില്ല, തങ്ങന്മാരുടെ തിരക്കടില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു 5-6 കണ്ട് എത്തുമ്പോൾ അതിന് കയ്യുമ്മ ചെളിയാവും. ഇങ്ങനെ മാന്തിയാലേ വാപ്പാരെ പേരിങ്ങനെ പോയാൽ അതന്നെ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചില്ല, മദ്യപിച്ചില്ല, ലഹരി ഉപയോഗിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു പ്രത്യേകത എന്താ നിങ്ങൾ 40 വയസ്സിന് ശേഷം ശരീഅത്തുൽ ഇസ്ലാം ഹറാമാക്കിയേക്കാവുന്ന ഒരു കാര്യവും 40-ന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ജാഹിലിയ്യ കാലത്താണല്ലോ. അന്ന് ഹലാലല്ലാത്ത ഒന്നുമില്ലല്ലോ, ഒക്കെ ഹലാലാണല്ലോ. പോയോടത്തൊക്കെ പെണ്ണിട്ട് അങ്ങനെയുള്ള പരിപാടി. നോണ സത്യം പറഞ്ഞാലാണ് അത്ഭുതം. നോണ പറഞ്ഞു എന്നുള്ളത് അന്ന് അത്ഭുതമുള്ള കാര്യമല്ല. വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ലോ വലിയ അത്ഭുതം. വ്യഭിചരിച്ചു എന്നുള്ളത് അന്ന് അത്ഭുതമല്ല. അങ്ങനത്തെ കാലത്താണ് നബി തങ്ങൾ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സ് കിട്ടി നുബുവത്ത് ലഭിച്ച് ഇസ്ലാമിൽ പിൽക്കാലത്ത് വിരോധിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ പോലും നുബുവത്തിന് ശേഷം നിരോധിച്ചേക്കാവുന്ന കാര്യങ്ങൾ പോലും 40 വയസ്സിന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിൽ നബിയാണെന്ന് പറയാൻ വേണ്ടി 35 വയസ്സ് മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല. 3-ാം വയസ്സിൽ സംസാരം തുടങ്ങിയത് മുതൽ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാതിരുന്നതാണ്. ലോകത്തങ്ങനെ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, അത് നമ്മുടെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. മുഹമ്മദീയത്ത് പഠിച്ചാലാണ് നുബുവത്തും റിസാലത്തും ബോധ്യപ്പെടുക. 40 വയസ്സിന് ശേഷമുള്ളതാണ് നുബുവത്തും റിസാലത്തും. നുബുവത്തും റിസാലത്തും ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദീയത്ത് പഠിക്കണം എന്നാണ്. അബൂ സുഫിയാനോട് ഹിർക്കൽ രാജാവ് ചോദിക്കുന്നുണ്ടല്ലോ, മുഹമ്മദിന് എത്ര വയസ്സായി? 40 വയസ്സ്. ഇതുവരെയായി വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബൂ സുഫിയാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു കേട്ടോ, അന്ന് സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയോന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എന്തേലും ഒന്ന് പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറഞ്ഞതാ. അത് അണ്ട് പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കാനുള്ളൊരു പ്രയാസം കൊണ്ടേ ഇതുവരെ കളവൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയോ എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിർക്കൽ രാജാവ് പറയുന്നുണ്ട്, 40 വയസ്സ് വരെ ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അയാൾ പറയില്ല. കാരണം നുണ പറയുകയാണെങ്കിൽ പറയേണ്ടത് 40-ന്റെ മുമ്പായിരുന്നു. 40 വയസ്സ് വരെ കളവ് പറയാത്ത ഒരാൾ ഇനി പറയാൻ കഴിയില്ല, സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. നുബുവത്തിന് ശേഷം വിരോധിക്കപ്പെടേക്കാവുന്ന ഒരു കാര്യം നുബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല. സ്വഹാബത്തിൽ നിന്ന് പലരും മദ്യപിച്ചിട്ടുണ്ട് മദ്യം നിരോധിക്കുന്നതിന് മുമ്പ്. പക്ഷേ മുസ്തഫായ നബി തങ്ങൾ മദ്യപിച്ചിട്ടില്ല. നബി തങ്ങൾ മദ്യപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് ആരും മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദീയത്തിനെ പഠിച്ചാൽ
നുബുവത്ത് ബോധ്യപ്പെടും എന്നുള്ളതാണ്, റിസാലത്തും ബോധ്യപ്പെടുമെന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പഠിക്കാൻ മാത്രമുള്ളതാണ്, ഒരുപാട് പഠിക്കാണ്ട് എന്നാണ്. നമ്മളൊക്കെ നമ്മളമ്മ പ്രസവിച്ചാണല്ലോ ഇരിക്കണ എല്ലാവരും ഇമ്മാർ പ്രസവിച്ചാണല്ലോ. ഉമ്മ പ്രസവിക്കാത്ത സ്വാലിഹ് നബിയുടെ ഒട്ടകം പാറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതായിരുന്നു, ബാക്കിയൊക്കെ അമ്മമാർ പ്രസവിച്ചതാണ്. നമ്മളെ ഉമ്മ നമ്മളെ പ്രസവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആളെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാൻ്റെ അമ്മയുണ്ട്, ഒരു മിഡ് വൈഫർ, ഒരു നഴ്സ്, പ്രസവം എടുക്കാനുള്ള ഒരു സ്ത്രീ ഉണ്ടാവും. 3 ആൾ ചുരുങ്ങിയതുണ്ടാവും. ഈ 3 ആൾ നമുക്ക് ഓർമ്മയില്ലല്ലോ, ഉമ്മാക്കും ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെടുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് മുഹമ്മദ് നബിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മളെ ചെവിക്കുണ്ടായ ഏറ്റവും വലിയ ദൗർഭാഗ്യം. നമ്മളെ ചെവിക്കുണ്ടായ ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്നു എന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നാൽ ഉറങ്ങൽ പതിവുണ്ട്. ഉറങ്ങുമ്പോൾ നെറ്റിത്തടം വിയർക്കും. ആ വിയർക്കുന്ന നെറ്റിത്തടത്തിലെ വിയർപ്പ് ഹഫ്സ ബീവി തുടച്ചെടുത്തിട്ട് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ട് സുഗന്ധമാക്കി ഉപയോഗിക്കൽ പതിവുണ്ടായിരുന്നു. ആ വിയർപ്പ് എടുത്ത് വെച്ചിട്ട് സുഗന്ധമായിട്ട് ഉപയോഗിക്കും. നമ്മളെ കൈ ഇങ്ങനെ ഒന്ന് വരുതിയിട്ട് ഇങ്ങനെ വാസനിച്ച് നോക്കിയാൽ കോഴിക്കൂടിലേക്ക് തലട്ടമാതിരി ഉണ്ടാവും. എന്നിട്ട് ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ വലിയ അക്രമം വേറെ എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയ അക്രമം എന്താ ഉള്ളത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനത്തിന് പോയാൽ നബി തങ്ങൾ മടങ്ങി വന്നതിൻ്റെ ശേഷം ഞാൻ ആ സ്ഥലത്ത് പലതവണ പോയി നോക്കിയിട്ടുണ്ട്, ഒന്നും കാണാറില്ല. ഭൂമി വിഴുങ്ങലായിരുന്നു പതിവ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മലമോ മൂത്രമോ ആരും കാണാറുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറയാം. മനുഷ്യനാണെന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല, സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹസായിസുകൾ, പ്രത്യേകതകൾ ബോധ്യപ്പെട്ടാലല്ലാതെ ഈമാൻ നിലനിൽക്കൂല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മരിക്കുമ്പോൾ വേദന ഉണ്ടാവുമെന്ന്. ഇന്നലിൽ മൗത്തില സക്കറാത്ത്, തീർച്ചയായും മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. സത്യത്തിൽ മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ബോധം പോവും. ബോധം പോയിട്ട് പിന്നെയാണ് മരിക്കുക. ബോധം ആദ്യം പോവും. കണ്ണ് യാത്ര പറയലാണ് ബോധം നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളം. മനുഷ്യൻ്റെ കണ്ണാണ് ആദ്യമായിട്ട് മരിക്കുക. വാപ്പ നമ്മളെ നോക്കണമെന്ന് നമുക്കിങ്ങനെ തോന്നും, പക്ഷെ നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടമാണ് ആദ്യം അവസാനിപ്പിക്കുന്നത്. നോട്ടം അവസാനിക്കലാണ് ബോധം പോകുന്നതിൻ്റെ അടയാളം. ബോധം പോയിട്ട് പിന്നെ ഏത് മനുഷ്യനും മരിക്കുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ഒരാൾ മരിക്കുകയാണെങ്കിലും ആദ്യം ബോധം പോവും, പിന്നെ മരിക്കും. 1 മണിക്കൂർ കൊണ്ട് മരിക്കുകയാണെങ്കിലോ 4 ദിവസം കൊണ്ട് മരിക്കുകയാണെങ്കിലും ആദ്യം ബോധം പോവും, പിന്നെ മരിക്കും. അങ്ങനെയാണ്. അപ്പം മരിക്കുന്നതിന് മുമ്പ് ബോധം പോകും. ശരിക്കും ഇപ്പോൾ 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി നടക്കുകയാണെന്ന് വിചാരിക്കുക. വേദന അറിയാതിരിക്കാൻ വേണ്ടി ബോധം കെടുത്തല്ല. ബോധം പോയാൽ പിന്നെ വേദന അറിയാൻ പാടില്ലല്ലോ. എന്നാലും മരിക്കുമ്പോൾ വേദന ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിശ്വാസം പോയാൽ അതിൻ്റെ ഒപ്പം സ്വർഗത്തിലുള്ള വിശ്വാസം പോകും, നരകത്തിലുള്ള വിശ്വാസം പോകും, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണെന്ന വിശ്വാസം പോകും. ഖുർആനിനെ ആക്ഷേപിക്കുന്നവർ ഖുർആനിനോടുള്ള എതിർപ്പുകൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള എതിർപ്പുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളോടോ വ്യവസ്ഥിതിയോടോ ഉള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ല, മുഹമ്മദ് നബിയോടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്, സിറാകുന്നു, രഹസ്യമാകുന്നു. ഈ ഉലകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മുഹമ്മദ് നബിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. ഉണ്ടായതെല്ലാം, നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം, ഇനി ഉണ്ടാവാൻ പോകുന്നതല്ല.